പോലീസ് അറസ്റ്റ് ചെയ്ത കോൺഗ്രസ് നേതാവിനെ ജാമ്യത്തിലിറക്കാൻ ഇടപെട്ട് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. കണ്ണാടിയിൽ ഡാറ്റാ ബാങ്ക് അപാകതകളിൽ പ്രതിഷേധിച്ച് കുത്തിയിരിപ്പ് സമരം നടത്തിയതിന് അറസ്റ്റ് ചെയ്യപ്പെട്ട കോൺഗ്രസ് നേതാവ് അനീഷിനെയാണ് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ നേതൃത്വത്തിൽ ജാമ്യത്തിലിറക്കാൻ ഇടപെട്ടത്. സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ UDF നേതാക്കളെയും സൗത്ത് പോലീസ് സ്റ്റേഷനിലെത്തി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ ജാമ്യത്തിലെടുത്തു. MLA സ്ഥലത്തെത്തിയതിനു ശേഷമാണ് പ്രവർത്തകർ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പുറത്തെത്തിയത്. തുടർന്ന് സംസാരിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. ഡാറ്റാ ബാങ്കുകൾ രൂപീകരിക്കുന്നത് CPM നേതാക്കൾ പറയുന്ന രീതിയിലാണെന്ന് പറഞ്ഞു. മണ്ഡലത്തിൽ സജീവമാവുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കഴിഞ്ഞ ദിവസം നഗരസഭാ അധ്യക്ഷയ്ക്കൊപ്പവും ഇന്ന് സംസ്ഥാനത്തെ ഒരു മന്ത്രിക്കൊപ്പവും വേദി പങ്കിട്ടിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാടും സമരവുമായി രംഗത്ത് വന്ന പല സംഘടനകളും മണ്ഡലത്തിൽ രാഹുൽ സജീവമായതോടെ നിശബ്ദതയിലാണ്. തങ്ങളുടെ ജാമ്യത്തിന് വേണ്ടി ഇടപെട്ട MLAയോട് നന്ദിയുണ്ടെന്ന് കണ്ണാടിയിലെ പഞ്ചായത്ത് അംഗം ഉദയൻ പറഞ്ഞു. ഇടതുപക്ഷ സംഘടനയിലെ ചില ഉദ്യോഗസ്ഥരുടെ സ്ഥാപിത താൽപര്യങ്ങളെ സംരക്ഷിക്കുവാനും അവരുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങളിലൂടെയുമൊക്കെ വളരെ അശാസ്ത്രീയമായി പ്രൊസീജിയർ എററുകൾ നിരന്തരമായി ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന തലത്തിലാണ് ഈ ഡേറ്റാ ബാങ്കിന്റെ പ്രശ്നമുള്ളത്. പാലക്കാട് രാഹുൽ മാത്രമേ ഉള്ളൂ, രാഹുൽ മാത്രം മതി, രാഹുലിനെ മതി എല്ലാവർക്കും എന്നുള്ള അവസ്ഥയിലേക്ക് പാലക്കാടിന്റെ രാഷ്ട്രീയ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് വളരെ വളരെ വലിയ സന്തോഷങ്ങൾ നൽകുകയാണ്. കാരണം അത് അങ്ങനെ പറയാനുള്ള കാരണം നമ്മൾ ഈ രാഹുലിനെതിരെ വലിയ രീതിയിലുള്ള പുകപടലങ്ങൾ, വിവാദങ്ങൾ, ആരോപണങ്ങൾ, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ, ഈ ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നപ്പോഴേ പലപ്പോഴും മണ്ഡലത്തിൽ നിന്ന് വിട്ടുനിന്ന രാഹുൽ മാങ്കൂട്ടം തിരിച്ച് പാലക്കാട്ടേക്ക് എത്തണമെന്ന് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉയർന്നപ്പോൾ ഈ രാഹുൽ പാലക്കാട് തിരിച്ചെത്തിക്കഴിഞ്ഞാല് പാലക്കാട്ടെ ജനം രാഹുലിനെ എങ്ങനെ സ്വീകരിക്കും? കാരണം ഈ വിവാദങ്ങളൊക്കെ രാഹുലിന്റെ ജനപ്രീതിയെ ബാധിക്കുമോ, അയാളുടെ അക്സെപ്റ്റൻസിനെ ബാധിക്കുമോ, അയാളുടെ സ്വീകാര്യതയെ ബാധിക്കുമോ, അതല്ല ജനം അയാളെ മാറ്റി നിർത്തുമോ എന്നുള്ള രീതിയിലൊക്കെ ആശങ്കകൾ ഉണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ ഈ വിവാദ ഘട്ടങ്ങളിൽ പോലും രാഹുലിന് വേണ്ടി സംസാരിക്കുകയും രാഹുലിന്റെ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പുറത്തേക്ക് വിടുകയും ഒക്കെ ചെയ്തപ്പോൾ പലപ്പോഴും ഒരു ആശങ്ക എന്ന രീതിയിൽ, കാരണം ഈ പറയുന്ന മാധ്യമങ്ങളൊക്കെ പടച്ചു വിടുന്ന വലിയ തരത്തിലുള്ള അജണ്ടകളുടെ ഭാഗമായിട്ട് പടച്ചു വിട്ടിരിക്കുന്ന ഈ പറയുന്ന ഒരു പ്രൊപ്പഗണ്ടയുണ്ട്. ആ രീതിയിലുള്ള ഒരു അജണ്ടകൾ പടച്ചു വിട്ടുകൊണ്ടേയിരിക്കുമ്പോൾ ഇത് ജനങ്ങളെ ഏത് രീതിയിൽ ബാധിക്കും, ജനങ്ങളെ ഈ പറയുന്ന വിവാദങ്ങളെ ഏത് രീതിയിൽ എടുക്കുമെന്നുള്ള ഒരു ആശങ്കയും ഒരു ചോദ്യവും എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് തിരിച്ചെത്തിയതോടുകൂടി ആ ആദ്യ നിമിഷത്തിൽ തന്നെ കാര്യങ്ങൾ അങ്ങനെയല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ഓരോ ദിവസങ്ങളും രാഹുലിന്റെ പ്രവർത്തനങ്ങളും രാഹുലിന്റെ ഇടപെടലുകളും ഇതൊക്കെ പാലക്കാട്ടെ ജനതയ്ക്ക്, പാലക്കാടിന്റെ മക്കൾക്ക് തങ്ങൾ വിജയിപ്പിച്ചു വിട്ട രാഹുൽ മാങ്കൂട്ടം മതി, രാഹുൽ മാത്രം മതി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അല്ലെ? അതല്ല നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോ പാർട്ടിയിൽ നിന്ന് സസ്പെൻഷനിലാണെങ്കിൽ പോലും, പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പോലും സസ്പെൻഷൻ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടം, പക്ഷേ പാലക്കാട്ടെ കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം, പാലക്കാട്ടെ പാർട്ടിയുടെ ഈ പറയുന്ന പ്രാദേശിക നേതാക്കളെ സംബന്ധിച്ചിടത്തോളം, പാലക്കാട്ടെ പാർട്ടിയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ രാഹുൽ തന്നെ എല്ലാ കാര്യങ്ങൾക്കും രാഹുൽ തന്നെ വേണമെന്നുള്ള ഒരു വാശി അവർക്കുണ്ട്. രാഹുൽ അതിന് അവരുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ടത് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള ആളുകള് ഈ കണ്ണാടി പഞ്ചായത്തിലെ ഡാറ്റാ ബാങ്കുമായി ബന്ധപ്പെട്ട് 40 വർഷവും 50 വർഷവുമായിട്ട് ഭൂമിയിൽ, തങ്ങളുടെ ഭൂമിയിൽ, തങ്ങൾ കരമടക്കുന്ന ഭൂമിയിൽ വീട് വെച്ച് താമസിക്കുന്ന സ്ഥലം, ആ ഭൂമി, ആ പ്രദേശം, അതൊക്കെ പുതിയ ഡാറ്റാ ബാങ്കുമായി മാറിയപ്പോ, അതിന്റെ പുതിയ സർവേകൾ നടത്തിയപ്പോ ഇതൊക്കെ പാടമായി മാറി, പുഞ്ചപ്പാടമായി മാറി. അത് ജനവാസ യോഗ്യമല്ല എന്നുള്ള രീതിയിൽ മാറ്റിയെടുത്ത് അവിടെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ സാധാരണക്കാരായ ജനങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെതിരെ സമരം നടത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ അതിന് മുന്നിൽ കണ്ടു.
അപ്പോ ആ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ പല പ്രാദേശിക നേതാക്കളെയും അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പൊ അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് അവരെയൊക്കെ ജാമ്യത്തിലെടുക്കുവാൻ, കോൺഗ്രസ് നേതാക്കളെ ജാമ്യത്തിലിറക്കുവാൻ പാർട്ടിയിൽ നിന്ന് പുറത്തിരിക്കുന്ന അല്ലെങ്കിൽ സസ്പെൻഷനിൽ ഇരിക്കുന്ന രാഹുൽ മാങ്കൂട്ടം തന്നെ വേണമെന്നുള്ള കാര്യം ജനങ്ങൾക്ക് ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ആവശ്യത്തെ രാഹുൽ തിരിച്ചറിയുന്നു. പാർട്ടിയിൽ നിന്ന് താൻ സസ്പെൻഷനിലാണെങ്കിലും അത് സസ്പെൻഷൻ മാത്രമാണ്. പാർട്ടി പ്രവർത്തകർ നേരിടുന്ന ഏത് പ്രശ്നത്തെയും അഡ്രസ് ചെയ്യാൻ താൻ ഉണ്ടാകും എന്നുള്ള കാര്യം രാഹുൽ കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടെ അതിനപ്പുറത്തേക്ക് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പാലക്കാടിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടാണ് ഈ തിരിച്ചുവരവിന് ശേഷം രാഹുലിന്റെ ഇടപെടലുകൾ ഉണ്ടാവുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 20 ഈ വിവാദങ്ങളും ഈ പറയുന്ന പുകമറകളും ഒക്കെ ഉയർന്നു തുടങ്ങുന്നതിന് മുമ്പ് പോലും രാഹുൽ മാങ്കൂട്ടം MLA എന്നുള്ള രീതിയിൽ വളരെ വലിയ സജീവമായ പ്രവർത്തനങ്ങളുമായിട്ട് തന്നെയാണ് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴും രാഹുൽ രാഷ്ട്രീയപരമായ നീക്കങ്ങളൊന്നും നടത്തിയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ വിവാദങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ചിലതൊക്കെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടാണ് പാലക്കാടിന്റെ മണ്ണിൽ തിരിച്ചെത്തിയത് എന്നുള്ളതാണ്. ആ ഉറപ്പിക്കൽ എന്ന് പറയുന്ന കാര്യങ്ങൾ ഈ പറയുന്ന MLA എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മാത്രം പോരാ. ഇവിടെ തനിക്കെതിരെ വലിയ തരത്തിലുള്ള ഈ കോലാഹലങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ മുന്നിൽ നിന്നിട്ടുള്ളവർ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തണമെന്നുള്ള വ്യക്തമായ ഉറച്ച തീരുമാനത്തോടു കൂടി തന്നെയാണ് രാഹുൽ എത്തിയിരിക്കുന്നത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് തനിക്കെതിരെ വീണ് കിട്ടിയ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ ആയുധമാക്കി തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ മുന്നിൽ നിന്നവരെ അവരുടെ അടിവേരറുക്കണമെന്ന് രാഹുൽ തീരുമാനിച്ചിരുന്നു. അതിന്റെ പ്രതിഫലനങ്ങളാണ് കഴിഞ്ഞ ദിവസം പാലക്കാട്ടെ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് നഗരസഭയുടെ അധ്യക്ഷയായിട്ടുള്ള ചെയർപേഴ്സൺ ആയിട്ടുള്ള പ്രമീള ശശിധരൻ, നഗരസഭയിലെ കൗൺസിലറായിട്ടുള്ള ശിവരാജൻ, അതുപോലെ നഗരസഭയിലെ കൗൺസിലർമാരായിട്ടുള്ള BJPയുടെയും CPMന്റെയും കൗൺസിലർമാരായിട്ടുള്ള അംഗങ്ങൾ ഈ പറയുന്ന രാഹുലുമായി ഡീലിലേക്ക് എത്തിയിരിക്കുന്നു. അവർ കോൺഗ്രസിലേക്ക് കടന്നു വരാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നു. അത് പാലക്കാട് നഗരസഭയിൽ അതാണ് അവസ്ഥയെങ്കിൽ CPM ഭരിക്കുന്ന കണ്ണാടി ഗ്രാമപഞ്ചായത്ത്, ആ കണ്ണാടി ഗ്രാമപഞ്ചായത്തിലും മറ്റൊരു അവസ്ഥയല്ല ഉള്ളത്. കണ്ണാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള M ലത, അതുപോലെ അവിടെയുള്ള CPIയുടെ മെമ്പർ തുടങ്ങിയ നിരവധി മെമ്പർമാര് കോൺഗ്രസിലേക്ക് കടന്നു വരാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും രാഷ്ട്രീയ നീക്കങ്ങളും രാഹുൽ നടത്തിയിരിക്കുന്നു. ഈ CPIയുടെ മെമ്പർ അടങ്ങുന്ന ആളുകള് പഞ്ചായത്ത് നടത്തിയിരിക്കുന്ന ഈ ഡാറ്റാ ബാങ്ക്, പഞ്ചായത്ത് സജ്ജമാക്കിയിരിക്കുന്ന ഈ ഡാറ്റാ ബാങ്കിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തുന്നു. രാഹുലിനെ അവർ അതിന്റെ കൂടെ കൂട്ടുന്നു. രാഹുലുമായിട്ട് അവർ വേദി പങ്കിടുന്നു. സമരങ്ങളിൽ രാഹുലുമായിട്ട് അവർ ഒരുമിച്ചുള്ള സമരങ്ങൾ നടത്തുന്നു. കോൺഗ്രസ്സുകാരല്ല നടത്തുന്നത്, CPMകാര്, ഈ പറയുന്ന LDFന്റെ അംഗങ്ങള് രാഹുലുമായി ചേർന്നുകൊണ്ട് LDF ഭരിക്കുന്ന പഞ്ചായത്തിന് നേരെ സമരങ്ങൾ നടത്തുന്നു. അപ്പോ രാഹുല് പാലക്കാട്ടേക്ക് തിരിച്ചു വന്നപ്പോ അയാൾക്ക് വ്യക്തമായ അജണ്ടകൾ ഉണ്ടായിരുന്നു, വ്യക്തമായ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. എന്താണ് തീരുമാനം? തന്നെ വേട്ടയാടാൻ, തന്നെ കാല് കുത്തിക്കാൻ, തന്നെ പൊതുപരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞവരുടെ അടിവേരറുക്കണം എന്നുള്ള തീരുമാനത്തിന്റെ ഉറച്ച തീരുമാനത്തോടു കൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയിരിക്കുന്നത്. അതിന്റെ പ്രതിഫലനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട്ടുകാർക്ക് ഇപ്പൊ രാഹുൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. രാഹുൽ മാത്രം മതി എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതിന് രാഹുൽ മാത്രം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസ് വേണ്ട, അങ്ങനെയല്ല പറയുന്നത്. കോൺഗ്രസിന്റെ ഒപ്പം ചേരാൻ ഇവരൊക്കെ സന്നദ്ധരാകുന്നു. CPIയുടെ മെമ്പർ കോൺഗ്രസിലേക്ക് കടന്നു വരാൻ സന്നദ്ധത അറിയിക്കുന്നു. BJPയുടെ നഗരസഭാ അധ്യക്ഷ കോൺഗ്രസിലേക്ക് കടന്നു വരാൻ സന്നദ്ധത അറിയിക്കുന്നു. BJP ദേശീയ കൗൺസിൽ അംഗമായിരുന്ന ശിവരാജനെ പോലെയുള്ള മുതിർന്ന BJP പ്രവർത്തകര്, അവര് BJPയുടെ മെമ്പർമാര്, കൗൺസിലർമാര്, അവരൊക്കെ കോൺഗ്രസിലേക്ക് കടന്നു വരാൻ സന്നദ്ധത അറിയിക്കുന്നു. ഇതിനൊക്കെ വഴി വെച്ചുകൊണ്ട് രാഹുലിന്റെ മാസ്റ്റർ പ്ലാൻ പാലക്കാടിന്റെ മണ്ണിൽ വർക്കൗട്ട് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു
പ്രതികാരം തന്നെയാണ്. കാരണം തന്നെ വേട്ടയാടാൻ മുന്നിൽ നിന്നവര്, തന്നെ വിചാരണ ചെയ്യാൻ മുന്നിൽ നിന്നവര്, തന്നെ വെല്ലുവിളിച്ചവര്, തന്നെ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് വെല്ലുവിളിച്ചവര്, ഭീഷണി മുഴക്കിയവര്, അവരുടെയൊക്കെ മുന്നില് അവരുടെ കാലിനടിയിൽ നിന്ന് മണ്ണിങ്ങനെ ഒലിച്ചു പോകുന്നത് കാണേണ്ട ഒരു സാഹചര്യം, ഒരു രാഷ്ട്രീയ അന്തരീക്ഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിന്റെ മണ്ണിൽ ഉണ്ടാക്കിയെടുത്തു. അതോടൊപ്പം തന്നെ അയാള് തന്നെയാണ് 2026 പാലക്കാട്ടെ സ്ഥാനാർത്ഥി UDFന്റെ എന്നുള്ള കാര്യം കൂടി അയാൾ ഉറപ്പിക്കുകയാണ്. അതോടൊപ്പം പാലക്കാടിന്റെ മണ്ണില് വിജയിച്ചു കയറുവാനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും ജനങ്ങളെ കയ്യിലെടുക്കുവാനും ജനങ്ങളെ സ്വാധീനിക്കുവാനും കഴിവുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് രാഹുൽ മുന്നോട്ട് പോവുകയാണ്. രാഹുലിന്റെ MLA വികസന ഫണ്ടുകള്, അയാളുടെ CSR ഫണ്ടുകള്, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അയാൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേയുള്ള വികസന പ്രവർത്തനങ്ങൾ പാലക്കാടിന്റെ മണ്ണിൽ നടത്തുകയാണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മനസ്സിലുണ്ടായ അല്ലെങ്കിൽ മനസ്സിൽ ഉയർന്നു വന്ന പല ആശങ്കകളുടെയും ചോദ്യങ്ങളുടെയും ഒക്കെ ഉത്തരങ്ങൾ പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് ഉണ്ടാവുന്നത് കാണുമ്പോൾ അത് വലിയ സന്തോഷം തരുന്നു. കാരണം രാഹുൽ മണ്ഡലത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള രാഹുൽ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ മനസ്സിലുണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇപ്പൊ പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ രാഹുലുമായി അടുത്ത ബന്ധമുള്ളവര്, രാഹുലിന്റെ വിശ്വസ്തരായിട്ടുള്ള ആളുകള്, ഇവരൊക്കെ മുഖേന പാലക്കാടിന്റെ മണ്ണില് വലിയ ഒരു രാഷ്ട്രീയ കരിനീക്കങ്ങൾ രാഹുൽ നടത്തുന്നു എന്ന് പറഞ്ഞാൽ എതിർചേരിയിലുള്ള പല ആളുകളെയും കോൺഗ്രസിലേക്ക് എത്തിക്കുവാനും അതോടൊപ്പം ഈ പറയുന്ന നഗരസഭയും അതുപോലെ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ പെടുന്ന CPM ഭരിക്കുന്ന കണ്ണാടി ഗ്രാമപഞ്ചായത്തും ഒക്കെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസിന്റെ കീഴിലേക്ക് വരും, കോൺഗ്രസ് അധികാരത്തിലേക്ക് ഏറുമെന്നുള്ള ഒരു രാഷ്ട്രീയ സിറ്റുവേഷൻ, ഒരു രാഷ്ട്രീയ സാഹചര്യം, നീക്കുപോക്കുകൾ, കരുനീക്കങ്ങൾ ഒക്കെ രാഹുൽ നടത്തുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാല് പാലക്കാട്ടുകാർക്ക് രാഹുൽ മതി, രാഹുൽ മാത്രം മതി എന്നുള്ള ഒരു രാഷ്ട്രീയ സിറ്റുവേഷനിലേക്ക് ഈ പറയുന്ന വിവാദങ്ങൾക്ക് ശേഷമുള്ള രാഹുലിന്റെ പ്രവർത്തനങ്ങൾ വഴിതെളിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്.